ഇമാം റാസി റഹ്മഹുല്ലാ, റാസിന്റെ തഫ്സീർ, അദ്ദേഹം പറയാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ, അന്നഹും ജഅലു ഹാദിഹിൽ ഔസാന വൽ അസ്നാം, അവര് മക്കത്തെ മുശ്രിക്കുകൾ അവർ ആ ബിംബങ്ങളെ, ആ രൂപങ്ങളെ അവർ ഉണ്ടാക്കി വെച്ചത് അലാ സുവരി അംബിയാഇഹിം വ അകാബിരിഹിം, അവരുടെ അംബിയാക്കന്മാരുടെയും അവരുടെ വലിയ വലിയ മഹത്തുക്കളുടെയും രൂപങ്ങളിലായിരുന്നു. മക്കത്തെ മുശ്രിക്കുകൾ അന്ന് കഅബക്ക് ചുറ്റും വെച്ച വിഗ്രഹങ്ങൾ ആരുടേതായിരുന്നു? അംബിയാക്കന്മാരുടെയും അവരിൽ മരണപ്പെട്ടു പോയ മഹത്തുക്കളുടെയും രൂപങ്ങളിലായിരുന്നു. വസഅമു, എന്നിട്ട് അവർ വാദിച്ചു, അന്നഹും മതസ്തഗലു ബിഇബാദതി ഹാദിഹിൽ ഔസാനി വൽ അസ്നാം, ഈ അസ്നാമുകൾക്ക് മുമ്പിൽ, ഈ രൂപങ്ങൾക്ക് മുമ്പിൽ അവർ എപ്പോഴൊക്കെയാണോ ഇബാദത്തുകൾ ചെയ്ത് വ്യാപൃതരാകുന്നത്. നമ്മളല്ലേ വർഷത്തിലൊക്കെ ഇപ്പോൾ ഉറൂസിന്റെ സമയമാണ്. എന്താ ഉറൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാഘോഷം. അവർ നമ്മുടെ നാട്ടുകാർ ഉണ്ടാക്കിയ ഒരു ആഘോഷം. ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. അതെന്തിനാണ് ഉണ്ടാക്കിയത്? ഇങ്ങനത്തെ ഓരോ ഇതിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനത്തെ ഓരോ സമ്പ്രദായത്തിന് വേണ്ടിയിട്ട്. അല്ല, അവർ എപ്പോഴൊക്കെയാണോ ആ ബിംബങ്ങൾക്ക് മുമ്പിൽ അവർ ഇബാദത്ത് കൊണ്ട് വ്യാപൃതരാകുന്നത്, അപ്പം അവരെന്ത് ചെയ്യും? യകൂനൂന ശുഫആഅൻ ലഹും ഇൻദല്ലാഹി. മക്കത്തെ മുശ്രിക്കുകളുടെ വിശ്വാസം പറയും ഇമാം റാസി, ആ ബിംബങ്ങൾക്ക് മുമ്പിൽ ഇബാദത്തുകൾ സമർപ്പിച്ചാൽ ആ ബിംബങ്ങളുള്ള മഹത്തുക്കൾ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ അടുക്കൽ ഇവർക്ക് വേണ്ടി ശുപാർശകരാകും എന്ന വിശ്വാസത്തോടുകൂടി. ഇത്ര പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഇമാം റാസി പറയാണ്, വഹാകദ ഫീ സമാനിന ഹാദ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതേപോലെ ഖൽഖുൻ കസീറുൻ, കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവരെന്താക്കി? മഹത്തുക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. എന്നിട്ട് അതിൻ്റെ അടുക്കൽ അതിനെ ബഹുമാനിച്ചു, ആദരിച്ചു. എന്നിട്ട് അവർ പറയും, അവർ വാദിക്കും, ഈ ഖബറിൽ കിടക്കുന്ന ആൾക്കാരെ ബഹുമാനിക്കുകയും അവർക്ക് അടിയിൽ ചെന്ന് ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്താൽ അവർ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശകരാകുമെന്നുള്ളൊരു വാദത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് ഒരു വിഭാഗം ആൾക്കാർ ചെയ്യുന്നു എന്ന് ആര് പറഞ്ഞു? ഇമാം റാസി. നമ്മളും അതേപോലെ പറയും, നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഏതുപോലെ? ഇമാം റാസി അന്ന് ആ നാട്ടുകാരെ മക്കത്തെ മുശ്രിക്കുകളാക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളും പറയും, നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ഇന്ന് മക്കത്തെ മുശ്രിക്കാക്കിയതുപോലെ ആക്കുന്നുണ്ട്. അഥവാ ശിർക്ക് കടന്നു വന്നത് ഏതിലൂടെയാണ്? അമ്പലങ്ങളിലൂടെയോ ഈ ഐതിഹ്യങ്ങൾ, കഥാപാത്രങ്ങൾ, ഐതിഹ്യ കഥാപാത്രങ്ങളുണ്ടല്ലോ, അവരിലൂടെ എല്ലാം. മറിച്ച് ഈ ഉമ്മത്തിൽ മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളുടെയും മഹത്തുക്കളുടെയും ഖബറുകളിലൂടെയാണ് ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വന്നത്. അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു കാക്കട്ടെ.